ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 30-ാമത്തെ ദശകം ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമ്പൂർണ്ണ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നതിനുള്ള സമയമാണ്. നമുക്കത് പാരായണം ചെയ്ത് സമർപ്പിക്കാം. ഹരേ കൃഷ്ണ. ദശകം 30 വാമനാവതാരം. ശക്രേണ സംയതി ഹതോപി ബലിർമഹാത്മാ ശുക്രേണ ജീവിതതനുഃ ക്രതുവർദ്ധിതോഷ്മാ വിക്രാന്തിമാൻ ഭയനിലീനസുരാം ത്രിലോകീം ചക്രേ വശേ സ തവ ചക്രമുഖാദഭീതഃ പുത്രാർത്തിദർശനവശാദതിർവിഷണ്ണാ തം കാശ്യപം നിജപതിം ശരണം പ്രപന്നാ ത്വത്പൂജനം തദുദിതം ഹി പയോവ്രതാഖ്യം സാ ദ്വാദശാഹമചരത്വയി ഭക്തിപൂർണാ തസ്യാവധൗ ത്വയി നിലീനമതേരമുഷ്യാ ശ്യാമശ്ചതുർഭുജവപുഃ സ്വയമാവിരാസി നമ്രാം ച താമിഹ ഭവത്തനയോ ഭവേയം ഗോപ്യം മദീക്ഷണമിതി പ്രലപന്നയാസി ത്വം കാശ്യപേ തപസി സന്നിദധത്തദാനീം പ്രാപ്തോസി ഗർഭമതിതേ പ്രണുതോ വിധാത്രാ പ്രാസൂത ച പ്രകടവൈഷ്ണവദിവ്യരൂപം സാ ദ്വാദശീ ശ്രവണപുണ്യദിനേ ഭവന്തം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. പുണ്യാശ്രമം തമഭിവർഷതി പുഷ്പവർഷൈർഹർഷാകുലേ സുരഗണേ കൃതതൂര്യഘോഷേ ബദ്ധ്വാഞ്ജലിം ജയ ജയേതി നുതഃ പിതൃഭ്യാം ത്വം തക്ഷണേ പടുതമം വടുരൂപമാധാ താവത് പ്രജാപതിമുഖൈരുപനീയമൗഞ്ജീദണ്ഡാജിനാക്ഷവലയാദിഭിരർച്യമാനഃ ദേദീപ്യമാനവപുരീശകൃതാഗ്നികാര്യസ്ത്വം പ്രാസ്ഥിതാ ബലിഗൃഹം പ്രകൃതാശ്വമേധം ഗാത്രേണ ഭാവിമഹിമോചിതഗൗരവം പ്രാഗ്വ്യാവൃണ്വതേവ ധരണീം ചലയന്നയാസി ഛത്രം പരോഷ്മതിരണാർത്ഥമിവാദധാനോ ദണ്ഡം ച ദാനവജനേഷ്വിവ സന്നിധാതും താം നർമ്മദോത്തരതടേ ഹയമേധശാലാമാസേദുഷിത്വൈരുജാ തവരുദ്ധനേത്രൈ ഭാസ്വാൻ കിമേഷ ദഹനോനു സനത്കുമാരോ യോഗീനു കോയമിതി ശുക്രമുഖൈഷ ശങ്കേ ആനീതമാശു ഭൃഗുഭിർമഹസാഭിഭൂതൈസ്ത്വാം രമ്യരൂപമസുരഃ പുളകാവൃതാംഗഃ ഭക്ത്യാ സമേത്യ സുകൃതി പരിഷിച്യ പാദൗ തത്തോയമന്വധൃതമൂർധനി തീർത്ഥതീർത്ഥം പ്രഹ്ലാദവംശജതയാ ക്രതുഭിർദ്വിജേഷു വിശ്വാസതോനു തദിദം ദിതിജോപി ലേഭേ യത്തേ പദാംബുഗിരിശസ്യ ശിരോഭിലാള്യം സ ത്വം വിഭോ ഗുരുപുരാലയ പാലയേഥാ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ദശകം 31 ബലിവിധ്വംസനം. പ്രീത്യാ ദൈത്യസ്തവ തനുമഃ പ്രേക്ഷണാൽ സർവഥാപി ത്വാമാരാധ്യന്നജിതരജയന്നഞ്ജലിം സഞ്ജഗാദ മത്തഃ കിം തേ സമഭിലഷിതം വിപ്രസൂനോ വദ ത്വം വിത്തം ഭക്തം ഭവനമവനിം
വാപി സർവം പ്രദാസ്യേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇവിടെ നമ്മൾ പതിവ് പോലെ അടുത്ത ദശകത്തിൻ്റെ ഒരു ശ്ലോകം വായിച്ച് നമ്മൾ സമർപ്പിക്കുകയുണ്ടായി. ഇനിയും ഈ 30ാമത്തെ ദശകം പാരായണം ചെയ്യുന്നത് കൊണ്ടുള്ള ഫലം എന്താണ് എന്നാണ് പറയുന്നത്. 30ാമത്തെ ദശകം നമുക്ക് മഹാബലിയുടെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. പാപനിർമാർജനമാണ്. ഏതെല്ലാം തരത്തിലുള്ള പാപങ്ങൾ ചെയ്താലും അതിനെയൊക്കെ ഇല്ലാതെയാക്കുവാൻ ഭഗവാന്റെ കൃപയുണ്ടാകണം, ഭഗവാന്റെ കാരുണ്യമുണ്ടാകണം, ഭഗവാന്റെ കടാക്ഷമുണ്ടാകണം. ഇവിടെ ആ മഹാബലിക്ക് നേരെ ഭഗവാന്റെ കൃപാകടാക്ഷം ഒന്ന് നീണ്ടപ്പോഴേക്കും ആ മഹാബലിയുടെ സർവ്വപാപങ്ങളും ഇല്ലാതെയാവുന്നു. അവിടെ നമുക്ക് കാണാം, ഈ മഹാബലി ആ യജ്ഞത്തെക്കുറിച്ച് പോലും മറന്നു പോകുന്നുണ്ട്. ഭഗവാനെ കണ്ട് സർവവും മറന്ന് ഓടി വന്ന് ഭഗവാന്റെ പാദങ്ങളെ തഴുകി ആ തീർത്ഥമെടുത്ത് സ്വയം തീർത്ഥീകരിച്ചു കഴിഞ്ഞാൽ ഇനി ഇതിലും വലിയൊരു തീർത്ഥം വരുവാനില്ല. തന്നെ ശുദ്ധമാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ തൻ്റെ ഉള്ളിലെ എല്ലാ പാപചിന്തകളും മഹാബലി ഇല്ലാതെയാക്കിയിരിക്കുന്നു ഭഗവാന്റെ പാദങ്ങളെ തഴുകിയ ആ തീർത്ഥം കൊണ്ട്. അപ്പോൾ ഈ ദശകം പോലും ഇവിടെ നമുക്കറിയാം, നമ്മളൊക്കെ മഹാബലിയേക്കാൾ എത്രയോ മോശക്കാരാണ്. നമ്മുടെയൊക്കെ ഉള്ളിൽ എത്രയോ മാലിന്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ദശകം പാരായണം ചെയ്യുമ്പോൾ മഹാബലി ആ ഭഗവാന്റെ പാദം കഴുകിയത് മനസ്സിൽ സങ്കല്പിക്കുമ്പോൾ നമ്മൾ തന്നെയാണ് അതൊക്കെ ചെയ്യുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ആ തീർത്ഥം നമ്മുടെയൊക്കെ ശിരസിലൊന്ന് തളിച്ചു നോക്കുക. ഭഗവാന്റെ പാദങ്ങളെ തഴുകിയ ആ തീർത്ഥജലത്തെ കൊണ്ട് നമ്മളെയും തീർത്ഥീകരിക്കുന്നതാണ്. നമ്മുടെ ഉള്ളിലെയും പാപവിചാരങ്ങളെയൊക്കെ ഇല്ലാതെയാക്കി തരുന്നതാണ്. നോക്കൂ, ഭഗവാനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ, ഒന്ന് കൺമുൻപിൽ ആ ദിവ്യരൂപം നോക്കൂ. അതും പറഞ്ഞു അത്യന്തം അത്യുഗ്രശോഭയോടുകൂടി വന്ന പ്രത്യക്ഷപ്പെട്ട ഒരു രൂപമായിരുന്നു ഭഗവാന്റേത്. അങ്ങനെയുള്ള ആ രൂപത്തെ കണ്ടു കഴിഞ്ഞ മഹാബലിയുടെ ഉള്ളിൽ അത് ഉള്ളിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ മറ്റെന്തിനാണ് സ്ഥാനമുണ്ടാവുക? ഏതെങ്കിലും തരത്തിലുള്ള അരുതാത്ത ചിന്തകൾക്ക് പിന്നെ മനസ്സിൽ സ്ഥാനമുണ്ടാവുകയില്ല. അതുകൊണ്ട് ഭഗവാനെ അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ ഒരിക്കലെങ്കിലും വീണ ആ തീർത്ഥജലം, തീർത്ഥങ്ങളെപ്പോലും തീർത്ഥീകരിക്കുന്ന അവിടുത്തെ പാദങ്ങളെ തഴുകിയ ആ തീർത്ഥം ഭക്തരായ അവിടുന്ന് മാത്രം ആശ്രയമായിട്ടുള്ള ഞങ്ങളുടെയൊക്കെ ശിരസിൽ തളിക്കണമേ, ഞങ്ങളെയൊക്കെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദശകം, ഭഗവാനാണ് എന്തൊക്കെയോ പറയിപ്പിച്ചു, പറയുവാനും നമ്മൾ അധികാരിയല്ല എന്ന് അറിഞ്ഞിട്ടും ഭഗവാന്റെ ഒരു ലീല എന്നോണം ഭഗവാൻ എന്തൊക്കെയോ ഈ ഉള്ളവളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പറയിപ്പിച്ച ഓരോ വാക്കും ഭഗവാനെ അവിടുത്തെ പാദപത്മങ്ങളിൽ അർച്ചനാപുഷ്പങ്ങളായി സമർപ്പിച്ചു കൊള്ളട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ.